ജീവിതം നമുക്കൊരു അവസരമാണ്. അപ്പോൾ നമ്മൾ അത് ശരിയായ രീതിയിൽ നമ്മുടെ വീടിനെ പരിഗണിച്ചാൽ, അല്ലെങ്കിൽ വീടിൻ്റെ ദിക്കുകൾ ശരിയായ രീതിയിൽ ഊർജ്ജവൽക്കരിച്ചാൽ നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ ഫെങ്ഷുയി എന്ന് പറയുന്ന ശാസ്ത്രത്തിലൂടെ നേടാനായിട്ട് സാധിക്കുമെന്നാണ് ചൈനീസ് വാസ്തുവിലെ ഫെങ്ഷുയിൽ പറയുന്നത്. നിങ്ങൾ ഇതിനോടകം തന്നെ വീട് വെച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നത് ഒരു വാടക കെട്ടിടത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നത് ഒരു ഫ്ലാറ്റിലായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെ നമുക്ക് ഫെങ്ഷുയി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫെങ്ഷുയിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള 2 മെത്തേഡുകൾ, വീട് വെക്കുന്നതിന് മുമ്പ് നമുക്ക് വീടിന്റെ ഫ്ലൈങ് സ്റ്റാറും കാര്യങ്ങളും എല്ലാം എടുക്കാം, വെച്ച വീടിനും എടുക്കാൻ പറ്റും. അപ്പം വീട് വെക്കുന്നതിന് മുമ്പാണെങ്കിൽ ആ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ അനുസരിച്ച് നമുക്ക് ബെഡ്റൂമിന്റെ സ്ഥാനവും പ്രധാന ഡോറിന്റെ സ്ഥാനവും ക്രമീകരിക്കാവുന്നതാണ്. വെച്ചു പോയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ അതിന് എന്തെങ്കിലും ദോഷ സ്ഥലത്താണ് നമ്മുടെ പ്രധാന വാതിലോ ബെഡ്റൂമോ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഫെങ്ഷുയുടെ ചില എലമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ബാലൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദോഷം പരമാവധി കുറയ്ക്കുകയും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ചൈനീസ് വാസ്തുവിലെ ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് 2 മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എലമെന്റ് ബേസ് ചെയ്ത്. ഉദാഹരണത്തിന് ഫെങ്ഷുയിലുള്ള വളരെ മോശമായിട്ടുള്ള സ്റ്റാർ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ ഈ 7 നിൽക്കുന്ന സ്ഥലം നമ്മുടെ ബെഡ്റൂം ആണ് എന്ന് കരുതുക. അപ്പൊ ഈ ബെഡ്റൂമിനകത്ത് നമുക്ക് എന്താ പറയുന്നത്, ഒരു 7 നിൽക്കുന്നു. അപ്പൊ എന്താ 7ന്റെ സ്വഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിപ്പും കടബാധ്യതയുമാണ് സ്വഭാവം. പറ്റിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഉള്ള ബെഡ്റൂമിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് മറ്റുള്ളവർ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ട് സമയത്ത് മാറുക, നമ്മളെ പറ്റിക്കുക, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ആകെ ഒരു ബെഡ്റൂമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് മിനിമം 4 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബ്ലൂ മാറ്റ് ഉപയോഗിക്കുകയും അതിനോടൊപ്പം തന്നെ ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ദോഷത്തെ മറികടക്കാനും കൊടുത്ത പൈസ തിരികെ കിട്ടാനും ഇതുമൂലം സാധിക്കുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഒരു പ്രശ്നമുണ്ട്, അതിനൊരു പരിഹാരവും. ഇനി മറ്റൊരു സ്റ്റാറിനെ കൂടെ പറ്റി 2026 സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന വായുകോണിൽ, അതായത് നോർത്ത് വെസ്റ്റ് കോർണറിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് 2 ആണ്. ഇത് ആനുവൽ സ്റ്റാർ ആണ്. അപ്പൊ ഈ 2 വടക്ക് പടിഞ്ഞാറ് വരുമ്പോൾ ലോകത്തെല്ലായിടത്തും ഇപ്പൊ 2 വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർ ആണ്. നമുക്ക് ഒരു ബെഡ്റൂമേ ഉള്ളൂ, നമ്മുടെ ബെഡ്റൂം നോർത്ത് വെസ്റ്റിലാണ്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മെറ്റൽ കോയിൻസ് ആ ബെഡ്റൂമിൽ ഉപയോഗിക്കുക, ബ്രാസ് ഐറ്റംസ് ഉപയോഗിക്കുക, കലാഭാഷ് ഉപയോഗിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ദോഷത്തിന് പരിഹാരമാകുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാം. അതുപോലെ തന്നെ പുറത്ത് 6 റോഡ് വിൻചെയും അവിടെ സ്ഥാപിക്കാവുന്നതാണ്. അപ്പം 2 സ്റ്റാറുകൾ എങ്ങനെ നമുക്ക് പരിഹാരം ചെയ്യാം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഇനി മറ്റൊരു പ്രോസ്പെരിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർ ഈ വർഷം വന്നിരിക്കുന്നത് 9 ആണ്. അത് സൗത്ത് ഈസ്റ്റിലാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഗുണം കിട്ടാനായിട്ട് നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ലക്കി ബാമ്പ് വയ്ക്കാം. അവിടെ ഒരു ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂമിൽ പ്ലാന്റ് പാടില്ല. നമുക്ക് പ്രോസ്പെരിറ്റി ആയിട്ടുള്ള ലക്കി ആയിട്ടുള്ള വെൽത്ത് കൊണ്ട് തരുന്ന സിമ്പലുകൾ നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ നമുക്ക് അതിനെ പരിഗണിക്കാം. ഇനി ഞാൻ പറഞ്ഞു വന്നത് സിംബോളിക് ആയിട്ടാണ്. അപ്പം ഇത് ഫ്ലൈങ് സ്റ്റാർ നമ്പറും ആനുവൽ സ്റ്റാർ നമ്പറും ഉപയോഗിച്ച് സ്റ്റാർ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റെമഡിയാണ് ഞാൻ ഈ പറഞ്ഞ 3 എണ്ണം. ഇനി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു വീടിന്റെ സ്വീകരണ മുറി, അതെന്താ സ്വീകരണ മുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിന്റെ എല്ലാ എനർജിയും ഉൾക്കൊണ്ട ഏറ്റവും ചെറിയ പോർഷൻ എന്ന് പറയുന്നത് ആ വീടിന്റെ സ്വീകരണ മുറിയാണ്. അതിനെ സ്മാൾ തൈച്ചി എന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ ഇപ്പൊ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഒരു എനർജി ഉണ്ട്, ആ ഒരു എനർജി ഈ സ്വീകരണ മുറിയുടെ തെക്ക് പടിഞ്ഞാറുണ്ട്. അപ്പോൾ ആ തെക്ക് പടിഞ്ഞാറുള്ള ഒരു പ്രശ്നത്തെ നമുക്ക് സ്വീകരണ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് മെച്ചം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ സ്വീകരണ മുറിയിൽ ഫെങ്ഷുയി ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പൊ കുടുംബാംഗങ്ങളുടെ ഐക്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുടുംബാംഗങ്ങൾ എല്ലാം കൂടെ ഉള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് സ്വീകരണ മുറിയുടെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വയ്ക്കുന്നത് കുടുംബാംഗങ്ങൾ പരസ്പരം ഐക്യം ഉണ്ടാവാനായിട്ട് നല്ലൊരു സിമ്പലാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഹാപ്പിനെസ് ആണ് വീട്ടിൽ കിട്ടണമെങ്കിൽ ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഫെങ്ഷുയി സിമ്പിൾസ് ഉണ്ട്. അത് നമുക്ക് എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സ്വീകരണമുരുടെ ഒരു വാളിലേക്ക് അതിനെ കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ വീട്ടിലൊരു ഹാർമണി ഉണ്ടാകുമെന്നാണ് ഫെങ്ഷുയി പറയുന്നത്. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നോക്കി അതിനനുസരിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള ഡയറക്ഷൻസിൽ അതിനെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഫെങ്ഷുയിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതാണ് ഫെങ്ഷുയി ഉപയോഗിച്ചിട്ടുള്ള ഒരു ബാലൻസ്. ഇതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് എൻ്റെ ഫ്ലൈങ് സ്റ്റാർ മറ്റുള്ളതും കണ്ടുപിടിച്ചിട്ട് ആ രീതിക്ക് നമുക്ക് ബെഡ്റൂം മറ്റെല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. ഫെങ്ഷുയിയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം.
ഇതിൽ ഞാനൊരു 2 എന്ന് പറയുന്ന സ്റ്റാറിന് പരിഹാരമായിട്ട് കലാഭാഷ എന്ന് പറഞ്ഞിട്ടൊരു ടൂള് പറഞ്ഞു. ഇതാണ് കലാഭാഷ. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കലാഭാഷയാണ്. ഇത് നമുക്ക് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഈ വർഷം ഉപയോഗിക്കാം. അതുപോലെ അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു എലമെന്റ് എന്ന് പറയുന്നത് 6 മെറ്റൽ കോയിൻസ് ആണ്. ഇതാണ് 6 മെറ്റൽ കോയിൻസ്. ഇനി മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ട് നമുക്കൊരു അഭിവൃദ്ധിക്ക് വേണ്ടി നോർത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു വയ്ക്കാം. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് എഡ്യൂക്കേഷൻ ടവർ അഥവാ പഗോഡ ടവർ വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.